ഇനി ആ കുറ്റബോധം വേണ്ട ചേച്ചി. ചേട്ടനിപ്പോ ഒറ്റക്കല്ല, ഞാനുണ്ട് ഇവിടെ. ഞാനാ ഇപ്പൊ ചേട്ടന്റെ. അതെ, അച്ഛൻ തീർത്തിട്ട് നമ്മൾ പൂനെ വിടും. ഓം ആത്മയോനയേ നമഃ. Kijk, papa. Hoe is het, Mot? साहब साहब ये ऐसा वो लोग आ गए. जीन्स वाला आदमी. यहाँ पूरे किस चीज़ की हो रही है? वो तो हॉस्पिटल में था ना. സന്ദീപ് ബാലകൃഷ്ണൻ ആളെ ഫിനിഷ് ചെയ്തിട്ട് പെട്ടെന്ന് പോവാട്ടോ. സ്ട്രഗിൾ ചെയ്യാതെ പോയാൽ മതി എന്നായി. അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് കൂടെ ഉണ്ടാവും. അത് ഓരോ വട്ടവും സീരിയസ് ആകുമ്പോൾ ഞാൻ ലീവ് എടുത്ത് ഓടി വരും. पूजा करवा रहे हैं. മാപ്പ് കൊടുക്കുന്ന സമയത്തെ വിഷ്ണു പൂജ ഉണ്ടെങ്കിൽ ഡബിൾ എഫക്റ്റ് ആണ് അത്ര. എന്താ एक्टिंग कर रहा है. चाहिए पापा है. എന്താ ആലോചിക്കുന്നത്? അല്ല, ഇങ്ങോട്ടൊന്ന് ചോദിക്കണ്ടേ? क्या बोल रहे? ചെയ്യണ്ട, ചുമ്മാ ഒരു മാപ്പങ്ങ് പറഞ്ഞേ. माफी नहीं मांग रहा ऐसे ऐसे. ഇത് ഉള്ളിൽ നിന്ന് വരണ്ടേ, എങ്കിലല്ലേ ഫലം ഉണ്ടാകൂ. माफी नहीं मांग रहा, कैसा हो? പറഞ്ഞ് സമ്മതിക്കാൻ വലിയ പാടാ. പക്ഷെ പറഞ്ഞാ മതി. पता नहीं है. അല്ല, क्या क्या ചെയ്ത തെറ്റെന്താണെന്ന് അറിഞ്ഞാലേ ഉള്ളി തട്ടി മാപ്പ് കൊടുക്കാൻ. ഓപ്പറേഷനിൽ കോടികളുടെ ഡോളർ അളിയൻ സീസ് ചെയ്തു. കിട്ടിയ ഗ്യാപ്പില് അതിൽ 2 പെട്ടി ഡോളർ അളിയൻ മറിച്ചു വന്ന് അവരതങ്ങ് ആഘോഷിച്ചു. മിലിറ്ററിക്കുള്ളിൽ കളർന്ന അടിക്കുറിപ്പോടെ അളിയന്റെ ഫോട്ടോയും പത്രത്തിൽ അടിച്ചു വന്നു. ഡിഫൻസ് अच्छा. അത്രേ ഉള്ളൂ. करे इतनी सी बात. ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത ചതിയല്ലേ അത്? പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞപ്പോൾ അളിയൻ യുടെ സമ്മതം കൂടാതെ ആ ചേച്ചിനെ കെട്ടിയത്. സോ ക്വൈറ്റ് നാച്ചുറലി. അപ്പൊ ജാതി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഇതിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. चला गया. भाई माफी नहीं मांग रहे हैं. माफी भी कहाँ मांग रहे हो? നിന്റെ ചിന്തകൾക്കപ്പുറം ആ സമയത്ത് അമ്പലമണികൾ മുഴങ്ങും, ശംഖനാദം ഉയരും. वैसे हो रहा है. क्या बोला था उसने कि तुम्हारी वो क्या आएगी? बेटी? पता नहीं बेटी बोला क्या बोला. बेटी कहाँ चल गई थी? മോശമായി പോയി. ആ കാരണവർക്ക് ചുമ്മാ ഒരു മാപ്പ് കൊടുക്കുക. മാഡത്തിനത് ഫീൽ ആയിട്ടുണ്ട്. നിങ്ങൾ കേട്ടപ്പം പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്തു പോയതാ. സോറി, റിയലി. പറഞ്ഞത് അല്ല, മാപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ. അതല്ല ലാസ്റ്റ് പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് ഒരിക്കൽ പോലും സോറി പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ടാ. നിന്റെ ചിന്തകൾ ആ സമയത്ത് അമ്പലമണികൾ മുഴങ്ങും, ശംഖനാദം ഉയരും.
मतलब सोने वाला पार्टनर आएगा ऐसा कुछ कहना कुछ चाह रहा था पंडित जी അളിയ നീ പറയുന്നത് ये ഷൂട്ട് ചെയ്യുന്ന കണ്ടന്റ് അയാൾക്ക് കാണിച്ചു കൊടുത്ത ആൾക്ക് വിശ്വാസമാവും. അയാൾ ഇന്നായ പിന്നെ 2 ദിവസം ഫുഡ് കഴിച്ചാൽ പൈസ എന്താ പറയാ, ഫിഷ് ഫ്രൈ. എടാ അവരുടെ ഷൂട്ടിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാലേ 10-15 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. 2 ദിവസത്തെ ഫുഡ് കൊടുക്കുന്നതിന് എന്തിനാടാ അവന്മാരുടെ കഥ മുഴുവൻ. तरीके से कहानी बना के ഹാർട്ട് മാറ്റി വെച്ച ആളാണ് നായകൻ. അയാൾക്ക് കഴിഞ്ഞില്ല. ക്ലൈമാക്സ് കാര്യം അറിഞ്ഞ നായകന്റെ തലക്കടിച്ചു പോലും. എന്നിട്ട് അച്ഛന്റെ ഹാർട്ടും കെട്ടിപ്പിടിച്ച് 3 പേജ് ഡയലോഗ്. ഇത് കിഷോർ എടാ മനുഷ്യനെ കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമ എടുക്കടാ. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്കുള്ള ഭക്ഷണം നിന്റെ അണ്ണാക്കിലേക്ക് ചള്ളിച്ചെടാ. ബാബു गाते हैं गाना 6, 7, 8. मिलिट्री हॉस्पिटल है ना ये डॉक्टर है He is better now, but still not completely recovered. अच्छा. He needs to take it easy at least for 2 हफ्ते और अबे മുമ്പ് ട്രാവൽ ചെയ്യാൻ പറ്റും. रोज थोड़ा एक्सरसाइज करना पड़ेगा and if possible Yoga, so I can help him with that. perfect. Don't worry Sandeep ji, you'll be fine. Just take rest for few days. और दिन रुकना पड़ेगा वही बुड्ढा मिल गया यही आ गया सीधा भयंकर ഇതിന്റെ ഒരു കുറവ് वही पहुंच गया എന്ന് പറഞ്ഞിട്ടേ ഇവര് വിശ്വസിക്കണില്ല. കേറിയിരിക്കാന്ന് പറഞ്ഞതാണല്ലോ. വേണ്ടെന്നേ, അത്ര വിലയില്ലാത്തവരൊന്നും അല്ല ഞങ്ങൾ. कुछ काम सार होगा ഓക്കെ പണിക്കർക്ക് ഈ പൂനെയിലുണ്ട് ആളുകൾ. എന്റെ കൂടെ 10ൽ ഒരുമിച്ച് തോറ്റ വെള്ളാണ്ടി സൈമൺ അവരിവിടെ ഈ പൂനെയിൽ എവിടെയോ ഉണ്ടെന്ന് നിനക്ക് നട്ടില്ലടാ ചവിട്ടി കിട്ടിയത്. എന്റെ അളിയ ഒന്നുമില്ല, ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ ആണ്. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ ഇത് പിടിച്ചാ നീ ഇവൻ അടികൊട്ടപ്പോ നീ നോക്കിയെന്നല്ലടാ. ഞാനല്ല അടി തുടങ്ങിയത്, പിന്നെ നോക്കിക്കാനുള്ള ടൈമൊന്നും അവർ തന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരുത്തൻ ഒരു നുള്ളി പൂഴി ഇവന്റെ ശരീരത്തിൽ വാരിയിടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. മതി മതി, ഓവറാക്കണ്ടല്ലയാ. തിരിച്ചുള്ള ടിക്കറ്റ് എപ്പോഴും മോനെ അങ്ങനെ പോയാൽ എനിക്കൊരു സമാധാനം കിട്ടൂലടാ. എന്നാ സമാധാനം കിട്ടുന്നവരെ ഏതെങ്കിലും ഹോട്ടൽ റൂം എടുക്കാം. എന്തിനാ ഹോട്ടൽ? ये वही रहेगा ഒരു ചായ കുടിച്ചാലോ? ये मुसीबत आ गया है जरूर उसी जमीन के लिए आर्फ होगा वो पता नहीं इस बार क्या प्लान बना क्या रहेगा ഇപ്പൊ എടുക്കാറില്ല. എന്നാ പിന്നെ വിറ്റൂടെ? നല്ലോണം പണി തെറിക്കുക 2 ലക്ഷം രൂപയെങ്കിലും കിട്ടും. രവി അത് വിൽക്കാൻ അപ്പൊ ഇനി പ്രശ്നമില്ല, കിണർ മരിച്ചു പോയില്ലേ, അപ്പൊ ഇനി വിൽക്കാലോ. അത് വിൽക്കുന്നില്ല. ഓക്കെ ആയിക്കോട്ടെ. ചപ്പാത്തി റക്തു. ഓ പല്ലവി, ആരും അടുത്തിരുന്ന് മട്ടൻ കഴിക്കുന്നത് പോലും ഇഷ്ടമല്ല. ആടിന്റെ ചൂരടിക്കണമെന്ന് പറഞ്ഞ് എണീറ്റ് പോവും. പക്ഷെ ഇപ്പം എനിക്ക് മട്ടൻ ഇഷ്ടം. രവിക്കും മട്ടൻ പെട്ടെന്ന് ചായ കുടിക്കാൻ തുടങ്ങുന്നു. അല്ല മ്യൂസിക്കിനോട് താല്പര്യമില്ലാത്ത ഒരാള് പെട്ടെന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അല്ല അപ്പൊ ഈ दोनों देख रहा അവരില്ലേ ആ കേണലിന്റെ ഭാര്യ, ഒരാളെങ്ങനെയാ ഒരു പാവം. അത് മനസ്സിലായില്ല. അവരുടെ ഭർത്താവിന്റെ ഹാർട്ടാണല്ലോ അവനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഭർത്താവ് പോയതിന്റെ ഒരു വിഷമം ഉണ്ടാവും. ഉണ്ടാവും.
देखता रहता हूँ किचन में. അമ്മ എന്നെ എനിക്കൊരു ക്യൂട്ട് നേഴ്സിനെ സെറ്റാക്കി താ എന്നിട്ട് അതിനെയും കിട്ടി നമുക്ക് രണ്ടു കൂടി ജർമ്മനിക്ക് പോവാ. उसका जर्मनी जाने का सपना है. ആ ഞാൻ പോയി തുറന്നാലും നിങ്ങൾ പുറകെ വരണ്ടേ, അതുകൊണ്ട് പോയി തുറക്ക് ചെല്ല്. उसका चाचा आ रहा है, उसी बारे में बात करेगा. ആ സെമിത്തേരിയുടെ അടുത്ത് കിടക്കുന്ന നിന്റെ ഒരു 1.5 ഏക്കർ ഭൂമിയുടെ ഇപ്പൊ किसी के लिए तो आ रखा है वहाँ. പറഞ്ഞനുസരിച്ച് നിന്റെ ഒരു പവർ ഓഫ് അറ്റോണി മതി. പിന്നെ നീ നേരിട്ട് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ പേരിൽ വേണ്ട, ഗീതയുടെ പേരിൽ മതി. कितना चला गया अपने नाम करवाना चाह रहा है. ഇല്ല, അതുകൊണ്ട് പേടിക്കാനുമില്ല. इसकी बहन के नाम पे कर रहा है. ഇങ്ങോട്ട് परिवार के नाम पे कर रहा है ना, ताकि फिर मेरे रुपये उससे ले लूँगा बस. ഓഡിറ്ററെ കൊടുത്തിരുന്നു. बहुत चला गया. ഇതിനാണോ ഇങ്ങോട്ട് വന്നത്? कितना चला गया बोल के तो मैं तुम्हारे लिए आ रखा है. കൊണ്ട് നടുവും തല്ലി വീണ് കിടക്കണം കേട്ടെ. എനിക്ക് बहुत चला गया. ഈശ്വരനാ, ഞാനോ? ഇവിടെ പലരും പല രീതിയിൽ നിന്നെ വളയ്ക്കാൻ നോക്കും. ഏത് വളവും പുഷ്പം बहुत चला गया. कैसे करता हूँ अपनी दीदी के नाम पे कर दो रुपये. ഹലോ, ആരാ? बेटी का फोन आ रहा ना, मतलब उसकी बहन का. अच्छा इसकी वाइफ. അവന് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറെ ചില കുഴപ്പങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. അയാൾക്ക് മട്ടം വലിയ ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ അയാളുടെ വേറെ ചില ഇഷ്ടങ്ങളും കൂടി ഇവന് കിട്ടി തുടങ്ങിയ പിന്നെ ആള് കയ്യിൽ നിന്ന് പോയി. എന്താ ओ वे എനിക്ക് ഉറപ്പാ. എടി തമാശല്ലടി, ആ പെണ്ണുമ്പിള്ളക്കാണെങ്കിൽ ഇവനോട് ചെറിയ ചാട്ടമുണ്ട്. ഇവനെങ്ങാനും അതിൽ വീണാൽ इसको प्रॉपर्टी पड़ी है. മറിച്ചിടാൻ എങ്കിൽ ഞാൻ അവളെ സമ്മതിക്കും. അങ്ങനെ നീ സമ്മതിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് ഫോൺ വെച്ച जीजू है नहीं तो उसकी बहन को ഞാൻ പിന്നെ अब इसके साथ देख रहा हूँ. ഇവനാരാണ് ഈ കേണലിന്റെ ഹാർട്ട് തന്നെ കൊണ്ടുവന്ന് കൊടുത്തത്? ഇതൊരു 10 ടൈംസ് ചെയ്തോളൂ. മോളെ ഞാനേ രാവിലത്തെ നടത്തത്തിലാ, സന്ധ്യനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. ആ പക്ഷേ ഉള്ളിൽ അവനുണ്ടല്ലോ, സ്ട്രെയിൻ എടുക്കണ്ട, ഓർഗാനിക് ആയിട്ട് വരട്ടെ. ये भी पीछे बैठा हुआ है. ഫ്ലൈറ്റ് കയറി നാട്ടിൽ പോയാൽ 12 മണിക്ക് ഫ്ലൈറ്റ്, 10:30 റിപ്പോർട്ട് ചെയ്യണം. आज ही भेज रहा हूँ. പെങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അവിടെ എയർപോർട്ടിൽ വണ്ടി വരും, അളിയൻ പോയി പെട്ടി വാക്കി അതൊക്കെ അളിയൻ ചെയ്തോളും. आदिया से पता ही है बुढ़ा. चलो प्रॉपर्टी के लिए आ गया. മോനെ, धक्का दे दे के भेज रहा. എത്തണം കേട്ടോ. അവിടെ ഇവിടെ മായി നോക്കി നിൽക്കരുത്. സെയിം ടു യു. സന്ദീപ് ശരിക്കും ലക്കിയാ, ഇങ്ങനെ ഒരു അളിയനെ കിട്ടിയല്ലോ. അളിയനല്ല, എല്ലാ ദിവസവും വിളിക്കണം കേട്ടോ. अच्छा लगेगा. गुस्सा आ रहा है. मुझे भेज दिया. We need to present our detailed plan in the next board meeting. Sure, we'll work on that. വർക്കായിട്ട് മിക്സപ്പ് ചെയ്യില്ല കിരൺ, ആൻഡ് യു ഹാവ് മൈ വേർഡ് ഓൺ ദാറ്റ്. പക്ഷെ എനിക്ക് ഇനി കിരണിനെ പഴയതുപോലെ കാണാൻ പറ്റില്ല, അതാണ് ഫാക്ട്. Work or personal. എനിക്ക് ഏറ്റവും എളുപ്പം നിന്റെ ചോയ്സിന്റെ കൂടെ നിൽക്കാനാണ്. So when you see me as a bad person, അത് മാറുമ്പോൾ ഞാൻ ഓക്കെ ആവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല माफ तो मांगे कृष्ण.
താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. അതിന്റെ ഫ്രസ്ട്രേഷൻ മാറാൻ ജോയിൻ ചെയ്തത് ഇവിടെ. ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഷൂട്ടേഴ്സാണ്. ഒരാളെ എനിക്ക് വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നു. സാൻഡി മസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ എം വെരി ഗുഡ് അറ്റ് ഇറ്റ്. അതുപോലൊരു തോൽവിയാണിത്. തോറ്റു നിൽക്കുന്ന ആളോട് എങ്ങനെയാണോ സംസാരിക്കുക? ഒന്ന് എന്തായാലും അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി. കുടിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക്? നോ. ഞാൻ കഴിക്കുന്നതിൽ വിരോധമുണ്ടോ? താങ്ക് യു. വെൽക്കം. ജ്യൂസ് ഫീര. ഈ മദ്യം നമുക്ക് വിലക്കപ്പെട്ട കരിയായി. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? എന്തിന്? അത് നിർത്തേണ്ടി വന്നു. പിന്നെ ഹോസ്പിറ്റല്, മെഡിസിൻ, ടെൻഷൻ. ഹെൽത്തി ഹാർട്ടാ. സന്ദീപിന് നല്ല ടൈമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ. ഒരിക്കലും അല്ല. അമ്മയെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനെ തന്നെ തനിക്ക് കാണാൻ പറ്റില്ലല്ലോ. എനിവേ അത് വിട്. സാൻഡി ഇപ്പോഴും സിംഗിൾ ആയിരിക്കുന്നത് എന്താ? മറ്റേ കല്യാണ പെണ്ണ് ഒളിച്ചോടി. അല്ല, ഇപ്പോഴും അത് കോമഡിയാണ്. പിന്നെ ഞാൻ ജോലിയിലും ബിസിനസ്സിലും. ഒരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരികയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ശ്വാസം, എൻ്റെ ചിരി നിന്നു. അപ്പോഴാണ് അവർക്ക് കത്തിയത്. അപ്പോഴേക്ക് എൻ്റെ ബോധം പോയി. എൻ്റെ ഹാർട്ടിന് ഇനി അധികം സമയമില്ലാതെ. നമുക്ക് ഭയങ്കര ഇഷ്ടം ഒരു സ്റ്റോപ്പിലേക്കുള്ള ദൂരം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുമ്പോൾ ണ്ടല്ലോ ഒരാളെ കൂടിയും കൂട്ടാലോ. ഇങ്ങനെ യാതൊരു പ്ലാനും ഇല്ല. ഹെൽത്തി ആയിട്ട് ജീവിക്കുക. താങ്ക് യു. ഇപ്പൊ ഒരു ഡ്രിങ്ക് ആവാം. വേണ്ട. ഞാൻ പാടുവോ? പാടും, കഥാപ്രസംഗം പറയും, കവിത എഴുതും. കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ഇത്ര വേഗം വീടെത്തിയോ? ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷൻ ഹലോ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? പിന്നെ അച്ഛൻ തോന്നിയാസം കാണിച്ചിട്ടല്ല. അതുകൊണ്ട് चला रहा था ना गाड़ी, तब ठीक था. इसकी मॉम आ गया भाई, फिर डांट पड़ेगी इसे. ഇവരെന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നത്? ഞാനെന്ത് ഒട്ടിച്ചിരുന്നുണ്ടല്ലോ. ജെറി, ഈ വണ്ടി എടുത്തു. फिर से സന്ദീപ്, എന്താ ഇത്? റൈഫിൾ ക്ലബിൽ പോയിരുന്നു കോമ്പറ്റീഷന്. പക്ഷേ കുട്ടി പോയി.
ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയണ്ടേ? ഞാനോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടോ? കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോ രണ്ടാളുടെ മൂഡ് ഓക്കെ ആയോ? എന്റെ പൊണ്ണ് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടായ ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മളോ? പിന്നെ നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയാ. इसको भयंकर डांट रही इस तरह से बात कर रही उसको उसका हस्बैंड होगा. Once more? ഓ, അച്ഛൻ കുറച്ചുകൂടെ ഹാപ്പി. എനിക്കത് കുറെ നാളായിട്ട് തോന്നുന്നു. ഓ, എന്താ പറയുക, എനിക്ക് കേൾക്കാലോ. रजनी वो फिर से आगे होती कॉल. ഹലോ, കൺഫ്യൂഷനില്ല. നല്ല സ്വപ്നമാണെങ്കിൽ പറഞ്ഞാ പിന്നെ നടക്കത്തില്ലെന്നാ. എന്നാ പിന്നെ പറയണ്ട. അയ്യോ, ഇത്തവണ ഞാൻ ഫുള്ളുണ്ട്, ഒളിച്ചോടുന്നില്ല. താലി കെട്ടി കഴിഞ്ഞ് ചേട്ടാ സെൽഫി എടുക്കണ തന്നെ ഉണ്ട്. अब इसे शादी करना चाहती है. ചുക്കാൻ പിടിച്ചത് മകളെന്നൊക്കെ അപ്പോഴേക്കും ഞാൻ ഉണർന്നു പോയി. ഭാഗ്യം. നടക്കുന്നെങ്കിൽ നടക്കട്ടെ അല്ലേ ചേട്ടാ. ഇനി ആ കുറ്റബോധം വേണ്ട ചേച്ചി. ചേട്ടനിപ്പോ ഒറ്റക്കല്ല, ഞാനുണ്ട് ഇവിടെ. ഞാനാ ഇപ്പൊ ചേട്ടന്റെ അല്ല. ഷോക്കായി പോയി. You can sit now. Oh, अब बैठ सकते. Come on, sit. अब हो गया, ठीक है. ഇപ്പൊ സമാധാനായില്ലേ? ഇഷ്ടം പോലെ ഇരിക്കാം, ട്രാവൽ ചെയ്യാം. പക്ഷെ ഇവിടെ ചെറിയൊരു പിടുത്തം. नाटक कर रहा. Fracture has healed completely. That's good. शायद जाना नहीं चाहता है. പെട്ടെന്ന് യാത്ര ചെയ്യുമ്പോഴേ ഈ ഫ്ലൈറ്റ് എയർ പോക്കറ്റിൽ വല്ല turbulence air pockets, am I able to fly? Yes, definitely. Everything has gone back to normal. That's my guarantee. पहले जब वो जाना चाहता था तब उसकी कमर में प्रॉब्लम थी. अब कमर बिल्कुल ठीक हो गई. वो जाना नहीं चाहता. सब ठीक है अभी. हाँ, संदीप जी आप अपना एक्सरसाइज चालू रखो. योगा. Okay. अब ले इसके ढंग से. അമ്മയോ മോളോ? പല്ലവിയുടെ ഭക്ഷണം കഴിച്ച് സന്ദീപ് മടുത്തിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ നാട്ടിലേക്കല്ലേ, ഞങ്ങക്ക് ഇഷ്ടമുള്ള കഴിക്കാലോ. വേറെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടായിരുന്നോ? വേറെന്തെങ്കിലും? ഫയർ എസ്കേപ്പ്. ഫയർ എസ്കേപ്പോ? ഒരു മാജിക് ആക്ട് ആണ് ഈ ചെയ്യുന്ന. ആ എസ്കേപ്പ് ചെയ്യുന്ന സ്പീഡാണ് മാജിക്. പ്രാക്ടീസ് ചെയ്താൽ സാൻഡിക്ക് അത് ചെയ്യാൻ പറ്റും. ഫോറസ്റ്റാ, അതുകൊണ്ട് അമ്മ സമ്മതിച്ചില്ല. സിമ്പിൾ ആയിട്ട് ഒന്നുമില്ലേ അന്നത്തെ പോലെ